ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളെന്ന് പറഞ്ഞാൽ പ്രൈമർ കൂടി പെയിൻ്റ് അടിക്കുകയാണ്. നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിൻ്റെയും കൂടി വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പണം പ്രമാണിച്ച സാധനം ലൈറ്റാണ്. ലെഡി പാറിൻ്റെ ലൈറ്റ് സ്റ്റാൻഡാണ്. അപ്പോൾ അത് ഈ ഒരു മാസക്കാലം ഗോഡൗണുകളിലിരുന്ന് എൻ്റെ പെയിൻറ്റ് പുതിയതായിരുന്നു. ലോ ക്വാളിറ്റിയാണ്, എന്നാലും വലിയ കുഴപ്പമില്ല, നമുക്ക് പെയിൻ്റ് അടിച്ച് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ സർവീസിങ്ങിലായിട്ട് പെയിൻ്റ് അടിച്ച് ഒന്ന് വൃത്തിയാക്കി ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ചില ക്ലബ്ബുകളും സാംസ്കാരിക സ്ഥാപനങ്ങളും ഓണം ആഘോഷിക്കുന്നുണ്ട്. അവരോട് പങ്കുചേർന്നുകൊണ്ട് ഞങ്ങളും ആ ഓണാഘോഷ പരിപാടിയിൽ പങ്കുചേരുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ലൈറ്റ് സ്റ്റാൻഡിൻ്റെ പെയിൻറ്റിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെയിൻ്റ് അടിക്കുന്ന വ്യക്തിയോട് തന്നെ ചോദിക്കാം ഈ വർക്ക് കഠിനമാണോ സിമ്പിളാണോ എന്ന്. അതിനെക്കുറിച്ച് പറയുന്നതിനായി ഈ പെയിൻറ്റിങ് ജോലി ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ കൈയാണ്ടായിരുന്നു. പറഞ്ഞു. ഇത് ഒത്തിരി പാടൊന്നുമില്ല, നമുക്ക് ഒറ്റക്കൊന്നും അടിക്കാവുന്ന സാധനമേ ഉള്ളൂ. പിന്നെ ഇത് വരച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് അത് കഴിഞ്ഞ് ഫസ്റ്റ് പ്രൈമർ അടിക്കും. അത് കഴിഞ്ഞ് അതിനൊരു ഡാർക്കായിട്ടുള്ള കളറൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ ഭംഗി വരും. തീരെ മോശമല്ല, നമുക്ക് പെയിൻ്റ് അടിക്കുമ്പോൾ അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ഇത് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത കഞ്ഞിൻ്റെ പരിപാടിക്ക് നമ്മൾ ഇതിൻ്റെ തന്നെ വീഡിയോ ഇടുന്നതാണ്. കഞ്ഞിഞ്ച് പരിപാടിയൊക്കെ പ്രതിസന്ധിയിലാണ്. പഴയ ആഘോഷ പരിപാടികളില്ലാത്തതുകൊണ്ട് ചെറിയൊരു കഞ്ഞിഞ്ച് പരിപാടികൾ കാണുകയുള്ളൂ. എന്നിട്ട് നമുക്ക് ഇനിയുള്ള പരിപാടികളൊക്കെ കഞ്ഞിഞ്ച് കഴിഞ്ഞാൽ പിന്നെ പരിപാടികളുണ്ടല്ലോ. ലൈറ്റ് സ്റ്റാൻഡുകൾ എപ്പോഴും ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പ്രൈമർ അടിക്കാൻ